ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. പച്ചരി ഒരു 5 മണിക്കൂർ കുതിർത്തി വെക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒരു 5-6 ക്യൂബ് ശർക്കര അരിച്ചെടുക്കുക. കുതിർന്ന അരിയിലേക്ക് ഒരു മുട്ട, 2 ഏലക്കായി, കുറച്ച് പെരുംജീരകം, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനി കൂട്ടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി ഇടുന്നത് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലവണ്ണം എല്ലായിടത്തും എത്തും വിധം നല്ല മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ശേഷം ഇതിലേക്ക് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഒരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചാണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുക്കണം. ശേഷം തണുത്തതിന് ശേഷം ഈ മാവിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ നല്ല ജീരകവും ഇട്ട് ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ ഒരു തിക്ക് പരുവത്തിലായിരിക്കണം. ശേഷം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് അടിഭാഗം വെന്തതിന് ശേഷം മറിച്ചിട്ട് തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മളെ ഉണ്ണിയപ്പം റെഡിയായി. അങ്ങനെ എല്ലാ ബാച്ചും ഇതുപോലെ ചുട്ടെടുക്കുക. നമ്മളെ ഉണ്ണിയപ്പം റെഡിയായി. ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. സി യു.